നമസ്കാരം. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയിരുന്നു. തൃശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത്. BJPയുടെ വനിതാ സംഘടനയായ വനിതാ മോർച്ച സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു നാരി ശക്തി സംഗമം. കേരളത്തിലെ ഏതാണ്ട് 8 ജില്ലകളിൽ നിന്നായി 2 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഈ മേളയിൽ പങ്കെടുത്തത്, നാരി ശക്തി സംഗമത്തിൽ പങ്കെടുത്തത്. കൂടാതെ ആബാലവൃദ്ധ ജനങ്ങളും നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 3 ലക്ഷത്തിലധികം വരുന്ന ആളുകളെയാണ് അന്ന് പ്രധാനമന്ത്രി തൃശൂരിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ രാഷ്ട്രീയപരമായ നരേന്ദ്രമോദിക്ക് തൃശൂരിൽ മറ്റു പരിപാടികളൊന്നും ഉണ്ടായില്ല, കേരളത്തിൽ മറ്റു പരിപാടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ അതീവ ഗുരുതരമായ ഒരു വിഷയം തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കേരളത്തിൽ നിന്നും മടങ്ങിയത്. കേരളത്തിൽ പ്രമാദമായ ഒരു കേസുണ്ടായിരുന്നു. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കള്ളക്കടത്ത് നടത്തി എന്നുള്ളതായിരുന്നു ആ കേസ്. ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ രീതിയിൽ തന്നെ പങ്കുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ആരോപണം. നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷും അന്ന് കൃത്യമായി തന്നെ അവർ അറസ്റ്റിലായി. പുറത്തു വന്നതിന് ശേഷം അവർ ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ കൃത്യമായ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കരന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകളുണ്ട്. അതെന്ത് തന്നെയായാലും പിന്നീട് ഡോളർ കള്ളക്കടത്തിലും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലുമെല്ലാം ശിവശങ്കരൻ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് അന്വേഷിച്ചത്. ഈ അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു. അവസാനം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ രവീന്ദ്രനിലാണ് അവസാനം ഈ അന്വേഷണം വന്നെത്തി നിന്നത്. പിന്നീട് അന്വേഷണം എങ്ങോട്ടും പുരോഗമിക്കുന്ന കാഴ്ച നമുക്ക് ആർക്കും തന്നെ കാണാൻ സാധിച്ചില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കീഴിലിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വീണ്ടും അന്വേഷിക്കുന്നു എന്നുള്ള സൂചന നൽകി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നിന്നും മടങ്ങിയത്. നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം കൊച്ചിയിലെത്തിയപ്പോഴും യുവം എന്ന പരിപാടിയിൽ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ പുരോഗമനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കേരളത്തിൽ ചിലർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിലാണ് സമയം കണ്ടെത്തുന്നത് എന്ന് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ചത്. അതിന്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നാരി ശക്തി സംഗമത്തിലും നരേന്ദ്രമോദി തൃശൂരിൽ സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് വീണ്ടും അന്വേഷിക്കുന്നു എന്നുള്ളതിന്റെ കാഹളം തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കീഴിലിരിക്കുന്ന ഈ കേസിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ ഉയർത്തിവിട്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വന്ന് കേരള സംസ്ഥാന സർക്കാരിനെ കുറിച്ച് അതീവ ഗുരുതരമായ ഇത്തരത്തിൽ ഒരു സ്വർണം കള്ളക്കടത്ത് നടത്തിയതിന്റെ ഉത്തരവാദിത്തം ആരുടെ ഓഫീസാണ് എന്ന് നമുക്കറിയാം. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കാര്യം പറഞ്ഞപ്പോഴും അന്നും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് യാതൊരു തരത്തിലും ഒരു മറുപടി കൊടുക്കുകയുണ്ടായില്ല. എന്നാൽ ഇതിനെ കോൺഗ്രസുകാർ വളരെ പുച്ഛമനോഭാവത്തോടു കൂടി കാണുന്നു, അവർ പുച്ഛിച്ചു തള്ളുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമാകുന്ന നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും എന്ന് തന്നെയാണ് കോൺഗ്രസുകാർ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ ഗുരുതരമായ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത്, അതും നയതന്ത്ര ബാഗേജ് വഴി ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് കൃത്യമായ സൂചനകൾ ലഭിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിൽ നേരിട്ട് പങ്കെടുത്ത ആ വനിത വന്നിട്ട് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനും ഇതിൽ കൃത്യമായ പങ്കുകളുണ്ട്, തെളിവുകൾ ഞാൻ തരാം, എന്റെ പക്കലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചിട്ടും എന്താണ് കേരളത്തിൽ ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒന്നും തന്നെ ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മറ്റാർക്കും തന്നെ യാതൊരു വിഷയവും ഉണ്ടായില്ല. പേരിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ പിടിച്ചു കുറച്ചുനാൾ ജയിലിലിട്ടു എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഈ അന്വേഷണത്തിൽ ഒരു പുരോഗമനവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു പ്രഹസനം മാത്രമാണ്.
തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നരേന്ദ്രമോദി സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാഹളം മുഴക്കും. ഇതിനു പുറകെ കുറെ മാധ്യമങ്ങളും കുറെ ആളുകളും പോകും. ഇത് തന്നെയാണ് ഫലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ അടിവരയിട്ട് പറയുന്നത്, ആക്ഷേപം ഉന്നയിക്കുന്നത്. ലാവ്ലിൻ കേസ് പോലുള്ള പ്രമാദമായ കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടും ആ കേസിൽ 5 വർഷത്തിലധികമായി ഒരു തരത്തിലും ഒരു തീരുമാനമുണ്ടാക്കുവാൻ സുപ്രീം കോടതിക്ക് സാധിക്കുന്നില്ല. അഭിഭാഷകർ പൊറോട്ട് നാടകം കളിക്കുന്നത് പോലെ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ എത്തുകയാണെങ്കിൽ വാദിഭാഗത്തിന്റെ അഭിഭാഷകൻ എത്തില്ല, പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വരുമ്പോൾ വാദിഭാഗം വരില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാർ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഒത്തുകളിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഒരു കാരണവശാലും ആക്ഷേപിക്കുകയല്ല. തീർച്ചയായും അത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. കോൺഗ്രസ്സുകാർ ഉന്നയിച്ച ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ലാവ്ലിൻ പോലുള്ള പ്രമാദമായ കേസുകൾ പോലും ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും പറഞ്ഞ് പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറഞ്ഞത്. 4 വർഷത്തിലേറെയായി കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നിട്ട് ഇപ്പോഴും ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നില്ല. 4 വർഷവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് എന്ത് തെളിവുകളാണ് ഇതിൽ കണ്ടെത്തിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് ഈ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞിട്ട് പോലും എന്ത് തരത്തിലുള്ള നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും എതിരെ കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസും BJPയും ചേർന്ന്, അഥവാ പിണറായി വിജയനും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തുന്ന ഒരു പൊറോട്ട് നാടകം മാത്രമാണ്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുവാൻ പിണറായി വിജയനും നരേന്ദ്രമോദിയും പരസ്പരം മത്സരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ ആക്ഷേപം എന്ത് തന്നെയായാലും തൃശൂരിൽ നരേന്ദ്രമോദി വ്യക്തമായ സൂചനകൾ നൽകി കഴിഞ്ഞു. ഏതു വിധേനയും ഇക്കുറി തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ BJPയുടെ ടിക്കറ്റിൽ മത്സരിപ്പിച്ചെടുക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രത്യേക താല്പര്യം തന്നെയാണ്. ഇക്കുറി കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകണം എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് BJPയുടെ ഓരോ പ്രവർത്തനവും. അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം തന്നെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന്റെ മുന്നോടിയായി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നാരി ശക്തി സംഗമത്തിൽ പ്രസംഗിക്കുവാനെത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മറഞ്ഞുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മറവിയിലാണ്ടുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും ഊർജിതമാക്കുന്നു എന്നുള്ള സൂചന നൽകി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നിന്നും മടങ്ങിയത്. ഒരു കാര്യം കൂടി അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഓഫീസ് ഏതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വീണ്ടും വരുന്നു എന്നുള്ള സൂചന തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊളിച്ചു തന്നെ അവർ അന്വേഷണം നടത്തും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഫലത്തിൽ മറഞ്ഞുപോയി, അല്ലെങ്കിൽ എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് പോയി ഇനി യാതൊരു നടപടികളും ഉണ്ടാകാൻ പോകുന്നില്ല, അന്വേഷണം ഇനി ഊർജിതമാകാൻ സാധിക്കില്ല, അങ്ങനെയൊരു സംഭവം ഇനി ഉണ്ടാകില്ല എന്ന് ധരിച്ചിരുന്ന നാട്ടുകാർക്കിടയിലേക്ക് ഇപ്പോൾ മറ്റൊരു അറിവെത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി തന്നെ, ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സജീവ പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതായത് തീർച്ചയായും സ്വർണ്ണക്കള്ളക്കടത്തിൽ ഒരു പുനരന്വേഷണം ഏത് നിമിഷവും വരാം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കും. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും എന്ന് തന്നെയുള്ള സൂചനകളാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും കൂട്ടി വായിക്കാനായത്. എന്തായാലും നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിച്ചതിന് ശേഷം പിണറായി വിജയന് കണ്ടകശനിയുടെ നാളുകൾ തന്നെയാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലുണ്ട്. കണ്ടകശനി കൊണ്ടുപോയാലും ഇല്ലെങ്കിലും പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പ്രസംഗിച്ചപ്പോൾ നൽകിയ സൂചന. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നു എന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കിലുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.